ഞാൻ എൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. ഈ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നെ അസ്വസ്ഥതകൾ എനിക്ക് എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ രാവിലെ 9:30ക്ക് ഒരു മുതലാളിയുടെ അടുത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ ഗവൺമെൻറ് എന്ന മുതലാളിയുടെ കീഴിലോ ഇരിക്കുകയും 5 മണി വരെ 5:15 മണി വരെ അവിടെ ചെന്ന് ഇരിക്കുകയും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ സമസ്തമായി പിന്നെ അതിന് വിധേയമാക്കി അതെ. സിസ്റ്റത്തിന് വിധേയമായി ജീവിക്കുന്ന മനുഷ്യരാണ്. എനിക്കറിയാം, പക്ഷേ ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ റോട്ടൺ സിസ്റ്റമാണെന്നും ഇതിനകത്ത് ഒരുപാട് അപാകങ്ങളുണ്ടെന്നുള്ളതും ഉം. ചില ശരികളും സാധനങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതും, പക്ഷേ എന്നെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ കള്ളം വന്ന് ഇത് കയറാനായിട്ട് ചോദിക്കാൻ പറയേണ്ട ആളുണ്ടെന്ന്, ഞാൻ നടന്നു വന്ന റോഡ് എന്ന് പറയുന്നത് പിന്നെ എപ്പോഴെങ്കിലും ഇവർ വന്ന് ടാർ ചെയ്യുമെന്നുള്ള ധാരണ, ഇങ്ങനെയുള്ള കുറേ സാധനത്തിലാണ് നമ്മളിതിന് വിധേയമായി പോകുന്നത്. ഉം. എൻ്റെ ഈ പറഞ്ഞ നമുക്ക് വ്യവസ്ഥയോടുള്ള, ഞാനൊരു മനുഷ്യനാണ്, കലഹിക്കുന്ന മനുഷ്യനാണ്. ഉം. ഈ വ്യവസ്ഥ ഞാൻ എവിടെ കൊണ്ടുവന്ന് തീർക്കും, എവിടെ കൊണ്ടുവന്ന് കെട്ടും, എൻ്റെ ഈ ആകാശത്തെ ഞാൻ എവിടെ കൊണ്ടുവന്ന് കെട്ടും? ഉം. ഇതാണ് സിനിമ പറയുന്നത്. അല്ലാതെ നമ്മളീ പറയുന്ന കണക്ക് സിനിമ എന്ന് പറയുന്നത് നേർ ജീവിതത്തിൻ്റെ കാഴ്ചയായി മാറുന്ന അങ്ങനെയല്ല. അത് ഫിക്ഷൻ ആകുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള അതിലെ കാഴ്ചകളിലേക്ക് ആൾക്കാർ മയങ്ങിപ്പോകുന്നതോ ഉം. ഒരു അല്ലെങ്കിൽ thrill കിട്ടും. ഒരു ത്രില്ല് കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനം. ഞാനുള്ള മനുഷ്യനൊരു ഹൈ കിട്ടുക എന്ന് പറഞ്ഞ സാധനം. ഞാൻ ഈ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതുമായി എല്ലാ തരത്തിൽ നിന്നും ഞാൻ വിടുതൽ തേടി എന്ന് പറയുന്നൊരു മാജിക് സാധ്യമാകുന്നു. ഞാൻ എന്നെ വിസ്മരിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് ആ സിനിമ വിജയിക്കുന്നത്. ഉം. ഉം. അല്ലാതെ ഞാനിവിടെ വിട്ടിട്ട് വീട്ടിലെ ഗ്യാസ് കുറ്റി അടച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് വെച്ചിട്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ സിനിമാ തിയേറ്ററിൽ പശുവിന് നമ്മൾ കാടി കൊടുത്തായിരുന്നു ഇല്ലയോ, ഇങ്ങനെയുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സിനിമ പരാജയപ്പെട്ടില്ലേ? ഉം.